രവിയുടെ ചുണ്ടിൽ പ്രണയത്താൽ പുഞ്ചിരി മുട്ടിട്ടു. 2 ദിവസമായി പെണ്ണ് വിളിച്ചിട്ട് അവന്റെ മുഖം ഒരു കൊട്ടയായി. ഇപ്പൊ എടുക്കുന്നില്ല, ഇഷ്ടമുണ്ടെങ്കിൽ പിന്നെയും വിളിക്കും, നോക്കാം. റിങ് അവസാനിച്ച് അവൻ ക്ഷമയോടെ അടുത്ത റിങ് അടിക്കുന്നതിനായി കാത്തിരുന്നു. എന്നാൽ അവൾ വിളിച്ചില്ല. അവന്റെ മുഖത്ത് പരിഭവം നിഴലിച്ചു. ഇപ്പൊ നമ്മളൊന്നും വേണ്ടാലോ അവൾക്ക്. 2 ദിവസമായി ഒന്ന് വിളിച്ചിട്ട്. ഇതിനു മാത്രം എന്ത് തിരക്കാ അവൾക്ക് അവിടെ ഉള്ളേ. ഇനി ഇച്ചായ കുച്ചായ എന്ന് വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരട്ടെ, കാണിച്ചു കൊടുക്കുന്നുണ്ട്. പരിഭവത്തോടെ പരാതി പോലെ ആരോടൊന്നില്ലെന്ന് പറയുവാണ് ചെക്കൻ. എന്നാലോ 2 എണ്ണം പോയിട്ട് ഇപ്പൊ 2 മണിക്കൂർ കഴിഞ്ഞ്. എന്റെ കർത്താവേ, എനിക്കാണെങ്കിൽ ഈ ചപ്പാത്തി ഉണ്ടാക്കാൻ അറിയാമേല. ഈ കൊച്ചൊന്നും വന്നിരുന്നെങ്കിൽ. അതെങ്ങനാ, കൂടുള്ള ഒരുത്തൻ അവളെ ബാക്കി വെച്ചാൽ മതിയായിരുന്നു. ആകെ ആറ്റുനോത്തി കിട്ടിയ ഒരു പെങ്ങള, അതിനെ ആ അവസരം കൊന്നു തിന്നാതെ ബാക്കി വെച്ചേക്കണേ എന്റെ കർത്താവേ. രവിയുടെ ഫോൺ പിന്നെയും ബെല്ലടിച്ചു. പൊന്നൂട്ടൻ. അപ്പോ സ്നേഹമൊക്കെ ഉണ്ട് പെണ്ണിന്. അത്രയും നേരം പരാതി പറഞ്ഞ ചെക്കന്റെ മുഖം ഒന്ന് വിടർന്നു പോയി. അവൻ വലിയ താല്പര്യമില്ലാത്ത പോലെ കോളെടുത്ത് ചെവിയിൽ വെച്ചു. ഇച്ചായ. തേനും പാലും ഒലിച്ചു പോകും ആ വിളിയിൽ. ഡെവിക്കാണെങ്കിൽ പെരുത്തങ്ങ് കേറി. എന്തടി കോപ്പേ? പെണ്ണ് ഫോണ് മാറി മാറി നോക്കുക. ഇച്ചായൻ തന്നെയാണല്ലോ, ഇതെന്നാ ഇങ്ങനെ? എന്താടി, നിനക്കൊന്നും പറയാനില്ലേ? അനക്കൊന്നും ഇല്ലാതെ വന്നപ്പോ കുറച്ച് ദേഷ്യത്തോടെ അവൻ ചോദിച്ചു. ഹോ, അപ്പൊ ഡെവി കൊച്ച് പരിഭവത്തിലാണ്. ഇച്ചാൻ എന്നോട് ദേഷ്യമല്ല, പരിഭവല്ലേ? അവൾ എന്താ കണ്ടുപിടിച്ച പോലെ ചോദിക്കുമ്പോ അവന്റെ ചൊടികളിൽ പുഞ്ചിരി വിരിഞ്ഞു. ഇച്ചാ. കൊഞ്ചലോടെയുള്ള ആ സ്വരം കാതുകളിൽ പതിഞ്ഞതും അവന് ആ വിളി കേൾക്കാതിരിക്കാനായില്ല. ഡെവി ഒന്ന് മൂളി. അവനോട് ഒരുപാട് ഇഷ്ടം തോന്നുമ്പോൾ ഇച്ച എന്ന അവൾ വിളിക്കാറുള്ളത്. അത് മിക്കവാറും പിണക്കമുള്ളപ്പോൾ. പിണങ്ങാനായി ഓരോ കാരണങ്ങൾ ഉണ്ടാക്കാനായി അവനും. ആ മിസ് ഇച്ച, എനിക്ക് എന്തിഷ്ടാണെന്നറിയോ എൻ്റെ ഇച്ചയെ കാണാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ജോലി തിരക്കായി പോയിച്ച, അതാ വിളിക്കാഞ്ഞ്, സോറി. കൊഞ്ചലോടെ അവൾ പറയുമ്പോൾ അവൻ്റെ ചൊടികളിൽ കുസൃതി വിരിഞ്ഞു. അവിടെ ഏതെങ്കിലും ചെക്കന്മാരെ കിട്ടിക്കാണും, അതാകും ഇപ്പൊ വിളിക്കാത്തത്. അവനിൽ കുറുമ്പ്. അത് മനസ്സിലാക്കിയ അവളിലും അതേ കുറുമ്പ് നിറഞ്ഞു ആ നിമിഷം. ജയ് അവളെ ചേർത്ത് കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. കഴിഞ്ഞു പോയ നിമിഷങ്ങൾ ഓർക്കവേ അവളിൽ നാണത്തിന്റെ ചുമപ്പ് പടർന്നുകൊണ്ടിരുന്നു. അവൾ തല താഴ്ത്തി അവനെ നോക്കി. അവൻ സുഖമായി ഉറങ്ങുകയാണ്. ഷർട്ടിന്റെ 2 ബട്ടൺ മാത്രം ഇളക്കിയിട്ടിട്ടുണ്ട്. അതിൽ നിറഞ്ഞു നിൽക്കുന്ന ഈഗിൾ ടാറ്റു. അതിൽ അവൾ വിരലോടിച്ചു. അവൾ ആദ്യമായാണ് ഇത്രയും വലിയ ഒരു ടാറ്റു കാണുന്നത്, അതും നെഞ്ചിൽ. അവൾ അവനെ അതിശയത്തോടെ നോക്കുവാണ്. വേദനിച്ച് കാണുമോ? അവളിൽ ആ നിമിഷം ആശങ്ക നിറഞ്ഞു നിന്നു. എങ്കിലും തന്റെ മൃദുലതയിൽ അറിയുന്ന അവന്റെ താടിയുടെയും മീശരോമങ്ങളുടെയും സുഖമുള്ള നോവ് അവളെ വേറൊരു ലോകത്ത് എത്തിക്കുന്നതായിരുന്നു. അവൻ അവളെ ഇറുക്കി കെട്ടിപ്പിടിച്ച് വെച്ചിരിക്കുകയാണ്. ശ്വാസം പോലും കയറാൻ പറ്റാത്ത പോലെ, എങ്ങും പോകാതിരിക്കാൻ വേണ്ടി അത്രയും ഇറുക്കി പുണർന്ന് കിടക്കുകയാണ്. അവൻ ഉറക്കത്തിൽ അതിൽ മുഖമിട്ട് ഉരസുകയാണ്. അവളെ ആകെ വശം കെടുത്തി കളയാൻ നോക്കുവാണ് ചെക്കൻ. അവന്റെ പ്രവൃത്തിയിൽ ഒരു നിമിഷം അവളിലെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നു. ആ ശബ്ദം പുറത്തേക്ക് വന്നു. ആ. മയക്കം വിടാതെ അവൻ തല ചെറുതായി പൊക്കി അവളെ ഒന്ന് നോക്കി. ആകെ നാണം കൊണ്ട് ചുവന്ന തക്കാളി പോലെ ചോര തൊട്ടെടുക്കാൻ പാകത്തിൽ കിടക്കുകയാണ് പെണ്ണ്. അത് കാണെ അവന്റെ പ്രവൃത്തി വീണ്ടും തുടർന്നു. തല താഴേക്ക് പോകുക തന്നെ ചെയ്തു. താടി രോമങ്ങൾ അവയെ താലോലിച്ചു. ഭദ്ര പൊളഞ്ഞു പൊങ്ങിപ്പോയി. ഭദ്രപ്പെണ്ണെ, ഇങ്ങനെ പൊളയാതെ പെണ്ണെ. ഈ ഉണ്ടക്കവളുകൾ ചുവപ്പിക്കാതടി. ഞാനൊന്ന് തൊട്ടതല്ലേ ഉള്ളൂ, അപ്പോഴേക്കും ഇങ്ങനെയായാൽ എങ്ങനാ? പാവല്ലേ നിന്റെ അച്ചേട്ടൻ? അവൻ കുറുമ്പോടെ ചോദിക്കുമ്പോൾ കൂർപ്പിച്ച് നോക്കുവാണ് പെണ്ണ്. പിന്നെ ഭയങ്കര പാവം. ദേ നോക്ക്, ഇവിടെല്ലാം ചുവന്ന് കിടക്കോ. അയ്യേ, ഞാൻ എങ്ങനെ താഴോട്ട് പോകും? ചാച്ചൻ എന്നെ കളിയാക്കി കൊല്ലും, ഭദ്ര വിഷമത്തോടെ പറഞ്ഞു. പിന്നെ അവനോട് പോകാൻ പറ. പിന്നെ ഞാനൊന്ന് നോക്കട്ടെ എവിടാ ചുവന്നേന്ന്. ജയ് പരതി നോക്കാൻ തുടങ്ങി. വേണ്ട കേട്ടോ, നോക്കണ്ട. ഇനി നോക്കിയ അത് ശരിയാകില്ല. ആണോ?
അവൻ കളിയോടെ ചോദിച്ചു. എന്നാലും ഭദ്രേ, നീ എന്റെ കൂടെ കട്ടയ്ക്ക് പിടിച്ച് നിൽക്കുമായിരുന്നു കേട്ടോ. ഉഫ്, എന്റെ മോളെ, നീയാണ് എന്നെ നിന്നിലേക്ക് അടുപ്പിച്ചത്. നിന്റെ ഓരോ ശബ്ദങ്ങളും. പിന്നെ പിന്നെ അവന്റെ വാ പൊത്തിപ്പിടിച്ചു. എന്തോ മനുഷ്യ, ഇപ്പൊ റൊമാൻസ് മാത്രമല്ല, വഷളത്തരം ഉണ്ട് കയ്യിൽ. വേണ്ട കേട്ടോ, അവൾ പരാതി പോലെ പറഞ്ഞു. ഞാൻ എന്റെ പെണ്ണിനെ അല്ലാതെ ആരെ കളിയാക്കാനാ? അവനിൽ കുറുമ്പ്. ഞാൻ പോവാ. അവൾ എഴുന്നേറ്റിരുന്നതും അവൾ അബദ്ധം പറ്റിയ പോലെ അവനെ ഒന്ന് പാളി നോക്കി. കണ്ണിൽ പ്രണയത്തിലുപരി വാത്സല്യത്തിലുപരി നേരത്തെ കണ്ട അതേ ഭാവം. ഭദ്രേ, എന്തു ആടിയത്? അവന്റെ കൈ അവളുടെ പുറത്തായി അലഞ്ഞു നടന്നു. അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചുപോയി. താൻ എങ്ങനെ ഇപ്പം ഇരിക്കുന്നത് എന്ന പോലും മറന്ന് ചാടി എഴുന്നേറ്റതാ പെണ്ണ്. ആ ചമ്മി അവന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും കഴിയാതെ തല കുനിച്ചിരിക്കുകയാണ്. വാവ് പെണ്ണെ. അവനിൽ ഏറെ പ്രിയപ്പെട്ട മറുകിലേക്ക് മുഖം ചേർക്കുക തന്നെ ചെയ്തു. ഞാൻ പോയിക്കോട്ടെ? അവൾ ദയനീയമായി ചോദിച്ചു. ഇപ്പൊ പോകണ്ട പറയുകയും അവളെ തള്ളിയിട്ടതും ഒരുമിച്ചായിരുന്നു. അവന്റെ ചുണ്ടുകൾ പുറംഭാഗത്തായി അലഞ്ഞു നടന്നു. പിന്നെയും അവരുടെ പ്രണയ നിമിഷങ്ങൾ. അവന്റെ തലോടലിൽ അവൾ എപ്പോഴും ഉറക്കത്തിലേക്ക് വഴുതി വീണു. അവൾ ഉറങ്ങിയതും അവളുടെ നെറ്റിൽ മൃദുവായി ഒന്ന് ചുംബിച്ച് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റു. അവളൊന്ന് കുറുകി. ഹേയ്, ഒന്നുമില്ലടാ. അവന്റെ ചൂട് പോയതും അവൾ ഒന്ന് കുറുകി. അവൻ അത് കണ്ട് ചിരിയോടെ ഇപ്പൊ വരാം എന്ന് പതിയെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അവളുടെ ഡ്രസ്സ് വെച്ച ഭാഗത്തേക്ക് നടന്നു. ഇവിടെ കാണും. അവൻ ഷെൽഫ് തുറന്ന് അവിടെ നോക്കാൻ തുടങ്ങി. അവസാനം അവളുടെ ബാഗ് അവന്റെ കയ്യിൽ കിട്ടി. ഇത് തന്നെ. അവൻ ആ ബാഗ് തുറന്നു നോക്കി. ഒരു ഡയറിയും പിന്നെ പഴയ ഒരു ഫോട്ടോയും കുറച്ച് തുണിയും പിന്നെ ഒരു ഫയലുമായിരുന്നു അതിലുണ്ടായിരുന്നത്. ആ ഫയല് അവൻ കയ്യിലെടുത്ത് അത് തുറന്നു നോക്കി. അതെ, ഇത് തന്നെ. ജയ് ആ ഫയലിലെ പേപ്പേഴ്സ് എല്ലാം ഫോണിൽ പകർത്തി. പിന്നെ ആ ഫോട്ടോയിലേക്ക് പ്രണയത്തോടെ നോക്കി. പഴയൊരു ഫോട്ടോയായിരുന്നു അത്. അവളും മുത്തശ്ശിയും കൂടെ ഉള്ള ഒരു ഫോട്ടോ. കുഞ്ഞു ഭദ്ര പട്ടുപാവാടയിട്ട് മുത്തശ്ശിയോട് എന്തോ പറഞ്ഞ് കുലുങ്ങിച്ചിരിക്കുന്ന മനോഹരമായ ഒരു ഫോട്ടോ. അവൻ പ്രണയത്തോടെ അവളുടെ മുഖത്തേക്ക് വിരലോടിച്ചു. പിന്നെ അവളുടെ മുഖത്ത് അമർത്തി ചുംബിച്ച് അത് തിരികെ വെച്ചു. അഗ്നിയുടെ വെളിപ്പെടുത്തലിൽ ആദ്യ ആകെ തകർന്നുപോയി. ദേവേട്ടൻ ആ കുട്ടിയാണ് ഇഷ്ടം. ഞാൻ ഇനി ദേവേട്ടൻ്റെ ആ കുട്ടിയുടെയും ഇടയിൽ വരില്ല. പിടിച്ചു വാങ്ങി നേടിയെടുക്കേണ്ട ഒന്നല്ല പ്രണയം. പ്രണയം വിട്ടുകൊടുക്കുന്നത് കൂടിയല്ലേ. അതിൻ്റെ പേരിൽ ആ കുട്ടിയെ കൊല്ലാനൊന്നും തനിക്കാകില്ല. ദേവേട്ടൻ്റെ ഇഷ്ടം അത് അവളാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ. ഞാനാണ് അവരുടെ ഇടയിൽ ഒരു ശല്യം. ഇനി ശല്യം ചെയ്ത് പുറകെ വരില്ല ദേവേട്ട. ദേവേട്ടന്റെ സന്തോഷം കണ്ടാൽ മതി. അത് ആ കുട്ടിയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ. മുഖം അമർത്തി തുടച്ച് അവളൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷെ അത് പരാജയപ്പെട്ടു. പരാജയപ്പെട്ട പെണ്ണിന്റെ ചിരി മാത്രമായിരുന്നു അവളിൽ ആ നിമിഷം. ദേവി ചപ്പാത്തിക്കെല്ലാം മാവ് കുഴച്ചു വെച്ചു. ശ്രീയും ജയും വരാൻ വൈകുന്നതിനാൽ അവൻ അത് പരത്തി വെച്ചു. ചിക്കൻ കറിക്കെല്ലാം അടുപ്പത്ത് വെച്ചും കഴിഞ്ഞു. കുറച്ചു സമയത്തിന് ശേഷം ആദ്യം കണ്ണു തുറന്നത് ശ്രീയാണ്. അവൾ ജയെ പ്രണയത്തോടെ നോക്കിക്കൊണ്ട് കൈ എത്തിച്ച് താഴെ നിന്ന് തന്റെ വസ്ത്രങ്ങൾ എടുത്തു. അവളെ നാണത്തിൽ കലർന്ന പുഞ്ചിരി തെളിഞ്ഞിരുന്നു ആ നിമിഷം. എന്താണ് ഭാര്യ, പോകുവാണോ? ഇതിപ്പോ ആരാണെന്ന സംശയത്തിൽ തിരിഞ്ഞു നോക്കി. അവളെ നോക്കി ജയ് ഒരു ഇളി അങ്ങ് കൊടുത്തു. പിന്നെ അവളെ ഒരു വഷളം ചിരിയോടെ നോക്കി. അവൾ അവിടെ കിടന്ന തലയാണ എടുത്ത് അവനെ എറിഞ്ഞതും കൃത്യമായി അവൻ ക്യാച്ച് പിടിച്ച് അവളെ നോക്കി സൈറ്റ് അടിച്ചു. കുറച്ചുകൂടെ കഴിഞ്ഞു പോകാൻ പെണ്ണെ, അവൻ കൊഞ്ചി. ദേ മനുഷ്യ, പൊക്കോണം. എല്ലായിടവും കടിച്ചു വെച്ചേക്കുക. അത് കാണെ അവളി നാണം നിറഞ്ഞു. എവിടെ നോക്കട്ടെ? വേണ്ട. അത് പറഞ്ഞ് ചാടി എഴുന്നേറ്റു പെണ്ണ്. പാവം ചാച്ചൻ ഒന്നുറങ്ങി എഴുന്നേറ്റ് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു വന്നതാ. ഇനി താഴേക്ക് ചെന്നില്ലേ ശരിയാക്കും. അത് പറഞ്ഞ് അവൾ ഡ്രസ്സെല്ലാം ഇട്ട് അതൊക്കെ നേരെയാണെന്ന് ഉറപ്പു വരുത്തി ജയ ഒന്ന് നോക്കിക്കൊണ്ട് താഴെ കോടി. അവൻ തന്റെ ഉലഞ്ഞു കിടന്ന ഷർട്ട് നേരെയാക്കി. അവൾ കിടന്നിരുന്ന തലയാണയിലേക്ക് മുഖം അമർത്തി കിടന്നു. അവളുടെ മണമായിരുന്നു അതിൽ നിറഞ്ഞു നിന്നത്. എന്റെ പെണ്ണെ, നീ ഞാൻ കരുതിയതിനേക്കാൾ സുന്ദരി തന്നെ. അവൻ എന്തോ ഓർത്ത പോലെ താടി ഒന്ന് തടവി. അവൻ ഷർട്ട് ഊരിയിരുന്നില്ല. ഭദ്രേ, നിനക്കായി ഒരു സർപ്രൈസ് എന്നിലുണ്ട്.
തൽക്കാലം നീ അതറിയണ്ട. ഞാൻ അറിഞ്ഞിരുന്നു എൻ്റെ ഈഗിൾ ടാറ്റുവിൽ തലോടുന്നത്. പക്ഷെ നീ എന്നിലെ മറ്റൊരു ടാറ്റു കാണുന്ന നിമിഷം നമ്മൾ രണ്ടുപേരും ഒന്നായിരിക്കും. നിന്നെ ഞാൻ അന്ന് സ്വന്തമാക്കിയിരിക്കും. അതുവരെ എൻ്റെ ഷർട്ടില മറഞ്ഞു കിടക്കട്ടെ. ആ ടാറ്റുവിനെ കുറിച്ച് ഓർക്കവേ അവനിൽ പുഞ്ചിരി വിരിഞ്ഞു. ശ്രീ താഴേക്ക് വരുമ്പോൾ ഡെവി കൂർപ്പിച്ചൊരു നോട്ടമാണ് നൽകിയത്. അത് കണ്ട് അവൾ ഒരു ഇളിയോടെ പറഞ്ഞു, അതുണ്ടല്ലോ ചാച്ച, ഞാൻ ഉറങ്ങിപ്പോയി. നിഷ്കളങ്കമായി പറയുന്നവളെ അവൻ വാത്സല്യത്തോടെ നോക്കി. അതിന് കൊച്ചിനോട് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. സാരമില്ല, എനിക്കറിയാം. എൻ്റെ മോള് ഹാപ്പിയല്ലേ? ഡെവി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു സഹോദരൻ്റെ ആവലാതിയോട് ചോദിക്കുമ്പോൾ അവളിൽ നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു. അത് മാത്രം മതിയായിരുന്നു അവനുള്ള മറുപടി. അവളുടെ തൊട്ടുപുറകെ തന്നെ ജയും വന്നിരുന്നു. നിനക്ക് പ്രത്യേക മുറി ഒരുക്കുന്നുണ്ട് ഞാൻ. ഇങ്ങനെ ആയാൽ ശരിയാകില്ല. അവനെ നോക്കി ഡെവി പറയുമ്പോൾ എന്തിന്? അതിൻ്റെ ആവശ്യമൊന്നുമില്ലെന്ന് പറഞ്ഞ് അവളെ ചേർത്ത് പിടിച്ച് അവളുടെ നെറ്റിയിൽ ചുംബിച്ച് ജയ്. ഇതിപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് നടക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ഡെവി പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് ഒരോട്ടമായിരുന്നു. അല്ലെങ്കിൽ ഇനി നിന്ന ലവൻ എൻ്റെ പുറം ചെണ്ടയാക്കും. അത് ഡെവിക്ക് നന്നായി അറിയാം. അല്ല പിന്നെ ഇവനെ ഇന്ന് ഞാൻ ജയ് പല്ല് കടിച്ചു. എന്താ ചേട്ടാ? ശ്രീയിൽ സംശയം. ഒന്നുമില്ലടാ. ജയ് കണ്ണ് ചിമ്മി ഒന്നുമില്ലെന്ന് പറഞ്ഞു. അതിനെന്താ ചാച്ചനിങ്ങനെ ഓടിയേ? അവൾക്ക് അറിഞ്ഞേ പറ്റൂ. എൻ്റെ ഭാര്യയ്ക്കറിയണോ? അത് പറഞ്ഞ് ഇടുപ്പിലായി കൈ ചേർക്കാൻ ഒരുങ്ങിയതും അവൾ അവനെ തള്ളി മാറ്റി ഒരോട്ടം വെച്ച് കൊടുത്തു. അല്ല പിന്നെ മോനെ ജയ്, നിന്റെ അടവൊന്നും ഇനി നടക്കൂല. വേറെ എന്തെങ്കിലും കണ്ടുപിടിക്കണം. പെണ്ണ് പുരോഗമിച്ചു പോയി. ഹോ പറഞ്ഞുകൊണ്ട് അവൾ പോയ വഴിയെ നോക്കി അവൻ. അങ്ങനെ 3 പേര് ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ചു. അഗ്നിക്ക് കിടന്നിട്ട് ഉറങ്ങാൻ പറ്റിയിരുന്നില്ല. അവളോട് അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു. പെണ്ണുങ്ങളോട് കയർത്ത് ഇതുവരെ സംസാരിച്ചിട്ടില്ല താൻ. എന്നിട്ടും മോശമായി. അവളോട് ചോദ്യത്തിന് മുന്നിൽ ആദ്യമായി പതറിപ്പോയി. അഗ്നി ആരുടെയും ചോദ്യത്തിന് മുന്നിൽ ഉത്തരമില്ലാതെ നിന്നിട്ടില്ല. പക്ഷേ ഇത് അവൻ എന്തോ പോലെ തോന്നി. തിരിഞ്ഞും മറിഞ്ഞു കിടന്നിട്ട് ഉറക്കം വന്നില്ല. അവളായി വരുത്തി വെച്ചതല്ലേ. ഇതോടെ ശല്യം ഒഴിഞ്ഞു പോകും. അവൾ ഇനി വിളിച്ചോണ്ട് വരില്ല. എനിക്കത് മതി. അഗ്നി ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് ഉറക്കത്തിലേക്ക് വഴുതി വീണു. ഇതിനോടകം ജയുടെ കാര്യം എല്ലാവരും അറിഞ്ഞിരുന്നു. അത് അഗ്നിയെ കൂടുതൽ വിഷമത്തിലേക്ക് നയിച്ചു. ജയ്ക്ക് റിലേഷൻ ഉള്ളത് മീഡിയ ഏറ്റെടുത്തു. അത് വലിയ വാർത്തയായി. ജയ് അതൊന്നും തന്നെ ബാധിക്കില്ല എന്ന പോലെ ഇരുന്നു. രാവിലെ കോളിംഗ് ബെല്ലിന്റെ ശബ്ദമാണ് ഡെവി ഉറക്കത്തിൽ നിന്ന് ഉണർത്തിയത്. അവൻ ചെന്ന് വാതിൽ തുറന്നതും മുന്നിലുള്ള കാഴ്ചയിൽ അവൻ തറഞ്ഞു നിന്നുപോയി.